ഹായ് കുട്ടികളെ, ഇന്ന് നമുക്ക് 6ാം ക്ലാസ്സിലെ ഹിന്ദി പാഠപുസ്തകത്തിലെ ഭഗവതി പ്രസാദ് ദ്വിവേദി എഴുതിയ ഉൾട്ടാ പുൾട്ടാ എന്ന കവിതയിലെ ചോദ്യോത്തരങ്ങളും ആക്ടിവിറ്റികളും ചർച്ച ചെയ്താലോ? ഈ പാഠഭാഗത്ത് ആദ്യം വരുന്ന ചോദ്യം നോക്കാം. തുരന്ത് സംഭൽ ജാതി ഉസ് ക്ഷൺ ഹി ആപ്കോ ऐसा कोई അനുഭവ് है? ആ നിമിഷം തന്നെ അവൾ സ്വയം വീണ്ടെടുക്കുന്നു. നിങ്ങൾക്കിത്തരത്തിൽ എന്തെങ്കിലും അനുഭവമുണ്ടോ? ഉത്തരം നോക്കാം. हाँ, एक बार साइकिल चलाते समय मैं अचानक गिर गया था, लेकिन घबराने के बजाय मैं तुरंत खड़ा हुआ, धूल झाड़ी और फिर से साइकिल चलाने लगा. അതെ, ഒരിക്കൽ സൈക്കിൾ ചവിട്ടുമ്പോൾ ഞാൻ പെട്ടെന്ന് താഴെ വീണു. എന്നാൽ പരിഭ്രമിക്കുന്നതിനു പകരം ഞാൻ ഉടനെ എഴുന്നേൽക്കുകയും പൊടി തട്ടിക്കളഞ്ഞ് വീണ്ടും സൈക്കിൾ ഓടിക്കുകയും ചെയ്തു. അടുത്ത ചോദ്യം. ഹംസത ഹായ് ആംഖേ മീഞ്ചെ ഇസ്കാ മത്ലബ് ക്യാ ഹെ? കണ്ണുകൾ ചിമ്മിക്കൊണ്ടവൻ ചിരിക്കുന്നു. ഇതിന്റെ അർത്ഥമെന്താണ്? ഉത്തരം इसका मतलब है कि गिरने के बाद बंदर डरा नहीं, बल्कि उसने अपनी गलती या परिस्थिति को खेल की तरह लिया और खुशी खुशी दूसरी डाली पकड़ ली. वो अपनी असफलता पर रोया नहीं. വീണതിനു ശേഷം കുരങ്ങൻ ഭയപ്പെട്ടില്ല എന്നാണിതിന്റെ അർത്ഥം. മറിച്ച് അവൻ തന്റെ വീഴ്ചയെ ഒരു കളിയായി കാണുകയും സന്തോഷത്തോടെ അടുത്ത മരക്കൊമ്പിൽ പിടിക്കുകയും ചെയ്തു. പരാജയത്തിൽ അവൻ കരഞ്ഞില്ല. ഇനി അടുത്ത ചോദ്യം. गिरने पर वे साहस खोकर कभी न अपनी आंखें मलते. इन पंक्तियों का संदेश क्या है? വീഴുമ്പോൾ ധൈര്യം കൈവിടാതെ അവരൊരിക്കലും കണ്ണുകൾ തിരുമ്മി കരയാറില്ല. ഈ വരികളുടെ സന്ദേശം എന്താണ്? ഉത്തരം. इन पंक्तियों का संदेश यह है कि जब भी हम जीवित में असफल हों या गिर जाएं, तो हमें हिम्मत नहीं हारनी चाहिए और रोते हुए समय बर्बाद नहीं करना चाहिए. हमें तुरंत उठकर फिर से प्रयास करना चाहिए. ജീവിതത്തിൽ പരാജയപ്പെടുമ്പോഴോ തളരുമ്പോഴോ നാം ധൈര്യം ചോർന്നുപോകാൻ അനുവദിക്കരുത്. കരഞ്ഞ സമയം കളയാതെ ഉടൻ എഴുന്നേറ്റ് വീണ്ടും പരിശ്രമിക്കണം. അടുത്ത ചോദ്യം. ജോ ഹിമ്മത് ഖോത്തെ ഹെ പശ്താത്തെ ഹെ, ഇസ്സെ ആപ് സെഹ്മത് ഹെ? ക്യോं? ധൈര്യം നഷ്ടപ്പെടുത്തുന്നവർ പിന്നീട് ഖേദിക്കേണ്ടി വരും. ഇതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? എന്തുകൊണ്ട്? ഉത്തരം. हाँ, क्योंकि हिम्मत हारने से काम पूरा नहीं होता और बाद में दुख होता है. അതെ, കാരണം ധൈര്യം കൈവിട്ടാൽ ലക്ഷ്യത്തിലെത്താൻ കഴിയില്ല. അത് പിന്നീട് ദുഃഖത്തിന് കാരണമാകും. കുട്ടികളെ, ഈ പാഠത്തിലെ ചോദ്യോത്തരങ്ങൾ കഴിഞ്ഞു. ഇനി നമുക്ക് ആക്ടിവിറ്റികൾ പരിശോധിക്കാം. അക്ഷർ ചുനേ, നാം ലിഖേ. അക്ഷരങ്ങൾ തിരഞ്ഞെടുക്കുക, പേരെഴുതുക. ഞാൻ ഉത്തരം ഇവിടെ കാണിക്കാം കേട്ടോ. ചിപ്കലി, പല്ലി, ബന്ദർ, കുരങ്ങ്, തിൽച്ചട്ട, പാറ്റ, മക്കിട, ചിലന്തി, ഗിർഗിട്ട്, ഓന്ത്, ചീൻറ്റ, ഉറുമ്പ്. അടുത്ത ആക്ടിവിറ്റി കവിത പഠേ സഹി മിലാൻ കർക്കെ ലിഖേ. കവിത വായിക്കുക, ശരിയായി യോജിപ്പിച്ച് എഴുതുക. ഉത്തരം ഞാനിവിടെ കാണിക്കുന്നുണ്ട്. അടുത്ത ആക്ടിവിറ്റി ചിത്ര കെ നീച്ചെ കവിത സെ ഉചിത് പങ്ക്തിയാൻ ചുൻകർ ലിഖേ. ചിത്രത്തിന് താഴെ കവിതയിൽ നിന്ന് അനുയോജ്യമായ വരികൾ തിരഞ്ഞെടുത്തെഴുതുക. കുട്ടികളെ, ഉത്തരം ഞാൻ കാണിക്കുന്നുണ്ടേ. അടുത്ത ചോദ്യം. നാം ലിഖേ, ഉചിത് വിവരൺ ചുൻകർ ലിഖേ. പേരെഴുതുക, താഴെ നൽകിയിരിക്കുന്നതിൽ നിന്ന് ശരിയായ വിവരണം തിരഞ്ഞെടുത്ത് എഴുതുക. കുട്ടികളെ, ഉത്തരം ഞാനിവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങൾ നോക്കി എഴുതുമല്ലോ. അടുത്ത ചോദ്യം. പങ്ക്തിയോം പർ ധ്യാൻ ദേൻ. വരികൾ ശ്രദ്ധിക്കുക. ഗിർനെ ഓർ പിछड़ने पर जो हिम्मत खोते पश्चाताप करते हैं. धूल झाड़ जो तुरंत संभलते वे जीवित में सुख पाते हैं. ആസ്വാദൻ ടിപ്പണി തയ്യാർ കരേ. ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക. ഉത്തരം ഞാനിവിടെ കാണിക്കുന്നു. അടുത്ത ചോദ്യം. ഉചിത് ഗിനതി ചുനേൻ ലിഖേൻ. ശരിയായ എണ്ണൽ തിരഞ്ഞെടുത്തെഴുതുക. കുട്ടികളെ, ചിത്രത്തിൽ പക്ഷികൾ പിടിച്ചിരിക്കുന്ന ബോർഡുകളിൽ നിന്ന് 31 മുതൽ 40 വരെയുള്ള അക്കങ്ങൾ ക്രമത്തിൽ താഴെയുള്ള മേഘങ്ങൾക്കുള്ളിൽ എഴുതണം. ഉത്തരം ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. അടുത്ത ചോദ്യം. ഉചിത് ഗിനതി ചുനേൻ ലിഖേൻ.
ശരിയായ എണ്ണൽ തിരഞ്ഞെടുത്ത് എഴുതുക. കുട്ടികളെ, മുയലിൽ പിടിച്ചിരിക്കുന്ന ബോർഡിലെ അക്കങ്ങളും അവയുടെ ഹിന്ദി വാക്കുകളും താഴെ ക്രമത്തിൽ നൽകുന്നു. കുട്ടികളെ, ഇതോടെ ഈ പാഠത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ ചർച്ച ചെയ്തു കഴിഞ്ഞു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നന്ദി.